ഡോക്ടറെ, എൻ്റെ കൂട്ടുകാരത്തിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5-6 വർഷമായി. കുട്ടികളൊന്നും ആയിട്ടില്ല. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു, ഇതുവരെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. നമുക്ക് നാച്ചുറോപ്പതിയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പ്രയോജനം ഉണ്ടാകും. ചേച്ചി, നമ്മളിപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയെന്ന് വിചാരിച്ചോ. ആ ഗസ്റ്റ് വരുമ്പം നമ്മളുടെ വീട് ഭയങ്കര വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ നിൽക്കുമോ? ഇല്ല. ചിലപ്പം വരുമായിരിക്കും, വന്നു കഴിഞ്ഞിട്ട് വൃത്തികേടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കില്ല. അവർ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ഇനി വീണ്ടും അവർ തിരിച്ചു വരുമോ? അതിനും ചാൻസ് വളരെ കുറവല്ലേ. അതേപോലെയാണ് പ്രഗ്നൻസിയുടെ അവസ്ഥ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നതും അതേപോലെയാണ്. അതായത് നമ്മളുടെ ശരീരം, അതായത് അമ്മയുടെ ആകാം അച്ഛൻ്റെ ആകാം, അവരുടെ ശരീരം ശരിയായിട്ട് ഉള്ള രീതിയിലല്ല എങ്കിൽ, ശരിയായിട്ടുള്ള ക്ലീനായിട്ടുള്ള രീതിയിലല്ല എങ്കിൽ ആ ഒരു കുട്ടി എന്ന് പറയുന്ന ഗസ്റ്റിന് വരാനായിട്ട് സാധിക്കുകയില്ല. അന്നേരം പ്രകൃതി ചികിത്സയിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ശരീരം എന്തുകൊണ്ടാണ് കുട്ടികളുണ്ടാകാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കണ്ടെത്തിയിട്ടാണ് നമ്മൾ അതിന് ചികിത്സിക്കുന്നത്. അന്നേരം ചേച്ചിയുടെ കൂട്ടുകാരിയുടെ മകളുടെ കാര്യം പറഞ്ഞത്, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് അവർക്ക് കുട്ടികളുണ്ടാകാത്തത്. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. എന്നിട്ട് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻഫെർട്ടിലിറ്റി അല്ലെ വന്ധ്യതയ്ക്ക് കാരണങ്ങൾ പലതുണ്ട്. അന്നേരം അതിനകത്തൊരു 50% കാരണവും സ്ത്രീകളുടെ ആയിരിക്കാം, പക്ഷെ മറിച്ചൊരു 50% കാരണം പുരുഷന്മാരുടെ ആയിരിക്കാം. പക്ഷെ പലപ്പോഴും ചികിത്സ മൊത്തം പോകുന്നത് സ്ത്രീകൾക്കായിരിക്കും മിക്കവാറും ആളുകളിലും പോകുന്നത്. പുരുഷന്മാരുടെ ഭാഗം ചിന്തിക്കാറേ ഉണ്ടാവില്ല. അന്നേരം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സത്യമായിട്ടും എന്താണ് ആ കുട്ടികളുണ്ടാകാത്തത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത്. അന്നേരം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആദ്യമായിട്ട് നമുക്ക് കാണുന്നതാണ് PCOD അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളുണ്ടാകാം. അന്നേരം നമ്മൾ പ്രകൃതി ചികിത്സയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് പ്രഗ്നൻസി ഉണ്ടാകാത്തത്, അത് അന്നേരം ഹോർമോൺ ഇംബാലൻസ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. ആ ഹോർമോൺ ഇംബാലൻസ് എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനെ പല പ്രാവശ്യം നമ്മളൊരു വൈ എന്ന് ചോദിച്ച് അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ടാണ്, അവരുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണോ, അല്ലെങ്കിൽ PCOD കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിനെ കണ്ടെത്തിയിട്ട് അതിനെ ചികിത്സിക്കുന്ന രീതിയാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. ഇനിയിപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചേച്ചിയുടെ കൂട്ടുകാരിയുടെ മകളുടെ കാര്യത്തിൽ അവർ 5-6 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അന്നേരം അതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാകാം. അന്നേരം സ്ട്രെസ് ഹോർമോൺ കൂടി കഴിഞ്ഞിട്ടുണ്ട്, കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൂടിയാൽ തന്നെ എന്താ പറയുക, പ്രഗ്നൻസിക്ക് വേണ്ട മറ്റുള്ള ഹോർമോൺസ്, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ് ശരിക്കും വർക്ക് ചെയ്യാതെ വരും. സോ അന്നേരം അതിന് നമ്മൾ സ്ട്രെസ്സിനെയാണ് ശരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. അന്നേരം അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് കാരണം എന്ന് കണ്ടെത്തുന്നത്. ഇനിയിപ്പം ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും സ്പെർം കൗണ്ട് കുറവായിരിക്കാം. അന്നേരം അത് എന്തുകൊണ്ടാണ് ആ സ്പെർം കൗണ്ട് കുറവുള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ചിലപ്പം അവർ സ്മോക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ വല്ലാതെ സ്ട്രെസ് ഉള്ളവരാകാം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാകാം. അന്നേരം എന്തുകൊണ്ടാണെന്ന് അഗെയിൻ നമ്മൾ കണ്ടെത്തി എന്നിട്ടാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള ചികിത്സ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കണ്ടെത്തിയിട്ട് ചികിത്സ കൊടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ അൺനെസസറി ആയിട്ട് മെഡിക്കേഷൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് സ്ട്രെസ് ആവുകയോ ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് IVF പോലെയുള്ള ചികിത്സകൾ എടുക്കുമ്പം പേഷ്യൻസ്, നമ്മൾ കാണുന്ന പേഷ്യൻസ് എല്ലാം ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അതായത് ഇപ്പം ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പം, അവർ കഴിഞ്ഞ 5-6 വർഷമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് നടക്കുകയാണ്, ടെൻഷൻ അടിച്ച് നടക്കുകയാണ്, എന്താ കുട്ടിയാകട്ടെ എന്ന്. ആ സ്ട്രെസ്സ് മാത്രം മതി അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനായിട്ട്. അന്നേരം നമ്മൾ നാച്ചുറോപ്പതിയിൽ അപ്രോച്ചിൽ നമ്മൾ മാക്സിമം അവരെ റിലാക്സ് ചെയ്ത് അവരോട് കുട്ടി വന്നോളും എന്നുള്ള ഈ റീഅഷ്യൂറൻസ് കൊടുത്ത്, പിന്നെ നമ്മൾ അവരുടെ ജീവിതത്തിൽ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അക്യുപഞ്ചറോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി മസാജുകളുണ്ട്, യോഗ തെറാപ്പി ഉണ്ട്, ടാർഗറ്റഡായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷൻ ഉണ്ട്, ചില ഹെർബൽ മരുന്നുകളുണ്ട്. സോ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ച് അവരുടെ ഫെർട്ടിലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ വന്ധ്യതയ്ക്ക് കാരണത്തെ നമ്മൾ ചികിത്സിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻ്റ് ആയിരിക്കില്ല നമ്മളുടെ ചികിത്സയിൽ. അത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അന്നേരം അത് നാച്ചുറലായിട്ട് തന്നെ അത് സംഭവിച്ചോളും. അതിനുള്ള സപ്പോർട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഏതായാലും എന്നെ വന്ന് കാണാൻ പറയൂ. നമുക്ക് എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും.